ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ CUT എക്സാമിൻ്റെ സബ്ജക്ട് സെലക്ഷൻ്റെ ഫോർത്ത് വീഡിയോ ആണിത്. ഇതിന് മുൻപുള്ള വീഡിയോസുകൾ നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഈ ഫോർത്ത് പാർട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിക്കകത്ത് നിങ്ങൾക്ക് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഫിലോസഫി തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ CUT വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതായത് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചട്ടമനുസരിച്ച് ഒരു വിദ്യാർത്ഥി ലിസ്റ്റ് എ എന്ന വിഭാഗത്തിൽ നിന്ന് ഒരു ഭാഷാ പേപ്പറും ലിസ്റ്റ് ബി എന്ന വിഭാഗത്തിൽ നിന്ന് 3 ഡൊമൈൻ വിഷയങ്ങളും തിരഞ്ഞെടുക്കേണ്ടതാണ്. അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് പേപ്പറുകളും ലിസ്റ്റിൽ നിന്ന് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് തുടങ്ങിയ ലഭ്യമാണെങ്കിലും ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് വേ. കാരണം മിക്കവാറും എല്ലാ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതികളും ഇംഗ്ലീഷ് ഒരു പ്രധാന വിഷയമായതിനാൽ പരീക്ഷ എഴുതാൻ ഇത് കൂടുതൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ലിസ്റ്റ് ബിയിൽ നിന്ന് 3 വിഷയങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിൽ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉൾപ്പെടുത്തിയത് വളരെ നല്ലതാണ്. കാരണം മിക്കവാറും എല്ലാ സർവകലാശാലകളും അഡ്മിഷൻ സമയത്ത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് സ്കോർ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിനാൽ ഇത് തിരഞ്ഞെടുക്കുന്നവരെ നിങ്ങളുടെ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പ്ലസ് ടു വിഷയങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച വിഷയങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. എന്താണ് പ്ലസ് ടുവിന് പഠിക്കാത്ത വിഷയങ്ങളാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പരിഗണിക്കില്ല. നിങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടിരിക്കും. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള സബ്ജക്ട് സെലക്ഷൻസ് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിനെ ജിയോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി, മാസ് കമ്മ്യൂണിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ ലിസ്റ്റ് ബിയിലേക്ക് ആവശ്യമായ ബാക്കി 2 വിഷയങ്ങൾ ഇതിൽ നിന്ന് വേണം നിങ്ങൾ കണ്ടെത്താൻ. പഠിക്കാൻ എളുപ്പമുള്ളതും എന്നാൽ കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായ ഹിസ്റ്ററി അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്നിവ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. ഈ ഹിസ്റ്ററി കോഴ്സിനായിട്ട് വിദ്യാർത്ഥി തിരഞ്ഞെടുക്കേണ്ട 4 വിഷയങ്ങൾ ഇവയാണ്. ലിസ്റ്റ് എ വിഭാഗത്തിൽ നിന്ന് ഇംഗ്ലീഷ്, ലിസ്റ്റ് ബി വിഭാഗത്തിൽ നിന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഹിസ്റ്ററി, മാസ് കമ്മ്യൂണിക്കേഷൻ. ഇത്തരത്തിലുള്ള മാപ്പിംഗ് ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഹിസ്റ്ററി, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഫിലോസഫി എന്നീ 3 കോഴ്സുകൾക്കും അർഹത ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം ഈ 3 കോഴ്സുകളും ഡൽഹി യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ ഒന്നാണ്. ഇപ്പോൾ CUT നിയമപ്രകാരം ഒരാൾക്ക് 5 വിഷയങ്ങൾ വരെ എഴുതാമെന്നതിനാൽ അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക. ഒരു വിഷയം കൂടി അധികമായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് സബ്ജക്ട് മാപ്പിംഗ് നിങ്ങൾ നടത്തുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള സാധ്യത 100% ആയിട്ട് നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് നിങ്ങൾ ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 5ൻ്റെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോസുകളും ഒന്ന് പാർട്ട് 1 തൊട്ട് തന്നെ പ്രോപ്പറായിട്ട് തന്നെ വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസുകളും എന്തൊക്കെയാണ് ഈ ഒരു സബ്ജക്ട് മാപ്പിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു കോളേജസ് പോലും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും നമുക്ക് മിസ് ഔട്ട് ആവാതെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സാം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോഴാണ്.